കാണാത്ത കാഴ്ച നമ്മൾ കാണിക്കും, കേൾക്കാത്ത കിസ് നമ്മൾ കേൾപ്പിക്കും. നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പൊന്മുടി ഡാമിന് മുകളിലാണ്. മൂന്നാറിൽ നിന്നും ജീപ്പ് സഫാരി നടത്തുന്നവർക്ക് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. കാരണം വേറൊന്നുമല്ല, വേറൊരു വണ്ടി അങ്ങോട്ടേക്ക് പോകാൻ ചാൻസ് കുറവാണ്. ഓഫ് റോഡും ചെറിയ ഇടുങ്ങിയ വഴികളുമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണ് ഇവിടെയുള്ള ഒരു തൂക്കുപാലവും ഈ ഡാമുമെല്ലാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ മനോഹരമായ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. അടിപൊളി ഡ്രൈവറാണ്, അടിപൊളി വണ്ടിയാണ്. നമ്മളെ എല്ലാ സ്ഥലങ്ങളും കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. എന്തായാലും നല്ല രീതിയിൽ പുള്ളി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. കണ്ടോ, സുന്ദരമായ സ്ഥലമാണ്. ഇത് കാണേണ്ടതാണ്. മൂന്നാറിൽ വരുന്നവരെന്തായാലും ഒരു ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്ത് ഇത് കാണേണ്ടതാണ്. ഇവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ട്. ബോട്ടിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണത്. ഇതുപോലെ തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ബ്രിട്ടീഷുകാർ പണിത ഇവിടുത്തെ പൊന്മുടിയിലെ ഹാങ്ങിങ് ബ്രിഡ്ജ്, അതായത് തൂക്കുപാലം. വളരെ മനോഹരമായൊരു അനുഭവമാണ് നമുക്കിവിടെ കിട്ടുക. വളരെ രസകരമായ ഒരു സംഭവമാണിത്. ഇതിലെ നേരത്തെ വണ്ടികളെല്ലാം പോയിരുന്നതാണ്, ഇപ്പോൾ കടത്തിവിടില്ല. ഇപ്പോൾ ഇത് അടച്ചിരിക്കുകയാണ്. എന്നാലും വിനോദസഞ്ചാരികൾക്ക് വരുന്നതിനും ഇതിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നതിനും കാഴ്ചകൾ കാണുന്നതിനൊക്കെ ഉള്ള സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട്. വളരെയധികം വിനോദസഞ്ചാരികൾ ഇവിടെ വന്നു പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇവിടെ വരുന്നതിനും എല്ലാമായിട്ട് ജീപ്പ് സഫാരി എടുക്കേണ്ടതായിട്ട് വരും. മൂന്നാർ വന്നിട്ട് വേറൊരു വാഹനവും ഇതിലെ വരുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മഴക്കാലത്ത് ഇവിടെയെല്ലാം നല്ല അടിപൊളി ദൃശ്യങ്ങളാണ്. കാരണം ഇവിടെ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സമയത്ത് വെള്ളം കുറവാണ്, എന്നാലും വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ 2 റോപ്പിൻ്റെ ബലത്തിലാണ് ഈ പാലം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതല്ലാതെ വേറെ ഇതിൻ്റെ അടിവശത്തായിട്ട് താങ്ങ് കൊടുത്തിട്ടൊന്നും നമുക്കൊന്ന് കാണാനായിട്ട് കഴിയില്ല. തൂണുകളോ ബീമോ ഒരു സംഭവം ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഈ 2 റോപ്പിൻ്റെ ബലത്തിലാണ് ഈ പാലം നിൽക്കുന്നത്. യഥാർത്ഥത്തിലുള്ള തൂക്കുപാലം എന്ന് നമുക്ക് പറയാം. ഇതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ 2 റോപ്പിലാണ് ഈ പാലം നിൽക്കുന്നത്.